Krishna's color key. Let's talk, let's chat, and let's enjoy. നമസ്കാരം. പിന്നെ പാട്ടുകൾ മാത്രമായിട്ട് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കെല്ലാം കാണാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ എൻ്റെ ചെറിയ ചില അനുഭവങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ എല്ലാവരും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ദിയാകൃഷ്ണയുടെ പ്രസവം. ആ ദിയാകൃഷ്ണയെ ശരിക്കും അനുമോദിക്കണം. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഈ സമൂഹത്തിൽ, അപ്പോൾ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ 20-30 ഇയേഴ്സിന് ഉള്ളിൽ പലരും പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കല്യാണത്തിന് ആഗ്രഹിക്കുന്നില്ല, പിന്നെ പ്രസവം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ പ്രായത്തിലും എൻ്റെ പ്രായത്തിലും ഞങ്ങളിപ്പോൾ 20 വയസ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചൈൽഡ് മാരേജ് എന്നാണ് പറഞ്ഞത്. അപ്പം ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആഫ്റ്റർ 25 ഇയേഴ്സ് എന്ന് നമ്മൾ അന്ന് ഞാനും ഞങ്ങളുടെ ജനറേഷനിലും ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പണ്ട് നമ്മുടെ കാരണവരൊക്കെ 15, 16, 17 വയസ്സിലൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അടിപൊളി മക്കളും ഒരു എന്താ പറയുക ഫെർട്ടിലിറ്റി പ്രോബ്ലംസോ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അടിപൊളിയായിട്ട്, പിന്നെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ പറഞ്ഞ പോലെ ടിവിയും മൊബൈൽസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾ ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് കാലം മാറി. ഇന്ന് കുട്ടികളെന്ന് പറയുന്ന റെയറസ്റ്റ് ഓഫ് റെയറായി പ്രഷ്യസ് ചൈൽഡിലേക്ക് മാറി. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം വേദന ആർക്കും കൊണ്ട് സഹിക്കാൻ ഇഷ്ടമല്ലെന്നല്ല, നമുക്ക് താങ്ങില്ല. അപ്പം അതിൽ ദിയ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള, എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയുന്ന പോലെ ശരിയാണത്, സത്യമായ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കത് അറിയില്ല കേട്ടോ. കാര്യം ഞാനത് ഇപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഡെലിവറി ടൈം തന്നെ ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് വ്യതിചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് പറയുന്നത് ഈ ജനറേഷനിലുള്ളവർക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കാര്യമായിട്ട് എടുത്താൽ മതി. 20-25 ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബോഡി എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നതെന്ന് ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് 20-25 ഇടയിലാവുമ്പം ശരീരത്തിന് ഈ നാച്ചുറൽ ഡെലിവറിക്ക് പോയതിന് ശേഷം തിരിച്ച് പിന്നെയും എന്താ പറയുക റീഫോം തിരിച്ച് ആ ഫോമിലേക്ക് പഴയ സ്റ്റേജിലേക്ക് എത്താൻ എളുപ്പമാണ്. 25-30 ഇയേഴ്സിൻ്റെ ആ ഇടയിലാകുമ്പോൾ നമുക്ക് 75% ചാൻസേ ഉള്ളൂ. 30-35 ആകുമ്പോൾ പിന്നെ അത് കുറയണം, 50% ഉള്ളൂ. കാര്യം ഈ പെയിൻ എന്ന് പറയുന്ന തല മുതൽ കാല് വരെ ഇളകും, നെർവ്സ് ഫുള്ളായി ഇളകുന്നതാണ്. ഇതെല്ലാം തിരിച്ച് ഇനി നോർമൽ കണ്ടീഷനിലേക്ക് എത്തണം. എന്നിട്ട് വേണം അടുത്ത 3-4 ഇയേഴ്സിനുള്ളിൽ നെക്സ്റ്റ് ചൈൽഡിനെ ബെയർ ചെയ്യാനും പിന്നെ ഡെലിവറി ചെയ്യാനും കഴിയേണ്ടത്. ഇനി 35 ശേഷമാണ് പോകുന്നതെങ്കിലോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ 35 ശേഷം നമ്മുടെ സാധ്യതകളെല്ലാം വളരെ കുറയണം. പിന്നെ നമ്മൾ നേരെ സിസേറിയൻ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. കാര്യം ഡോക്ടർ ഉൾപ്പെടെ ഇറ്റ്സ് ഓൾ പ്രഷ്യസ് ചൈൽഡ്. അതുകൊണ്ട് അത് സെക്കൻഡ് ഡെലിവറിയുടെ അല്ല ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യം പറയുന്നത്. ഫസ്റ്റ് ഒരു ചൈൽഡ് കൺസീവ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന ടൈം നമ്മളെപ്പോഴും 25-നുള്ളിലാക്കിയാൽ നല്ലത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമുണ്ടായ കാര്യമല്ല. പക്ഷേ നമ്മുടെ ബോഡി ചേഞ്ചസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സത്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ സമയത്ത് നിങ്ങൾ ഒരു പ്രസവം നടത്താം. നിങ്ങൾക്കിപ്പോൾ വെസ്റ്റേണേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നതല്ലേ. വെസ്റ്റേണേഴ്സിൽ പകുതിയോളം പേരും 25-ന് മുമ്പേ മിക്കവർക്കും ഒരു ചൈൽഡ് ഉണ്ടാവും. അത് ചിലപ്പോൾ അബദ്ധത്തിലാവാം, ചിലപ്പം ഒരു എന്താ പറയുക ബോയ് ഫ്രണ്ട് കൂടെ ആയിരിക്കാം, ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം. പലരും കല്യാണം കഴിഞ്ഞ് 5 വയസ്സൊക്കെ ആകുമ്പോഴേ, കുട്ടിക്ക് 5 വയസ്സൊക്കെ ആകുമ്പോഴേ അവർ മാരേജ് എന്ന് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ചൈൽഡ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് സെക്കൻഡ് ചൈൽഡോ തേർഡ് ചൈൽഡൊക്കെ ഏത് പ്രായത്തിൽ വേണേലും സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ദിയാകൃഷ്ണയുടെ ഇത് കണ്ടപ്പോൾ ആണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഇപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഇതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത് തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ എന്നെ കാണുന്നവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 8 കൊല്ലമായി നല്ല തടിച്ചിട്ടായിരിക്കുന്നത്. ഈ പൊണ്ണത്തടിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഈ സമയത്ത്. പൊണ്ണത്തടി അല്ലേ ഒരു വിഷയമാണ് പലർക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നല്ല പൊണ്ണത്തടിയിലാണ്. അപ്പോൾ എന്നെ കാണുന്നവരൊക്കെ ഇപ്പം പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇപ്പോൾ കാണുന്നവരെല്ലാം എനിക്ക് പുതിയ ആൾക്കാരാണ്. എന്നെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കോളേജിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ എത്രമാത്രം ക്ഷീണിച്ചിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്തു, തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. അപ്പോൾ ആഫ്റ്റർ 35 ഇയേഴ്സിലാണ് ഞാൻ പ്രസവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെറോയിഡ്സ് എടുത്തു. ഒരു കൊല്ലത്തോളം ഞാൻ ഒരുപാട് ഇഞ്ചക്ഷൻസിലാണ് നമുക്കത് ചൈൽഡിനെ എങ്ങനെയാണ് നമുക്കൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ള. ആ സമയത്ത് എൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക്
എനിക്കൊരു കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ പോസ്റ്റ് സർജറിയൽ പ്രോബ്ലംസ് നമുക്കുണ്ടാകും. സിസേറിയനാണ്. അപ്പോൾ സിസേറിയൻ ആയി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും സിസേറിയൻ സുഖമാണെന്ന്. പക്ഷേ നാച്ചുറൽ ഡെലിവറി ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. സിസേറിയനിലേക്ക് പോകുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തവരാണ് കൂടുതലും സിസേറിയനിലേക്ക് പോകുന്നത്. അപ്പോൾ സിസേറിയൻ ഡെലിവറിയുടെ പ്രശ്നങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് അനസ്തീഷ്യ ഒന്ന് തരുന്നുണ്ട്. കാര്യം ലോവർ ബോഡി ഒന്ന് അറിയാതിരിക്കുക, സർജറി നടത്തുന്നത് അറിയാതിരിക്കാനായിട്ട്. നമ്മൾ പുഷ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആക്ച്വലി നമ്മുടെ കൂടെ നിൽക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ വയറ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് പുഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കാര്യം നമുക്ക് പെയിൻ ഇത് അറിയുന്നില്ല. അപ്പോൾ അവർ തന്നെ പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് അറിയാം, ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പുഷ് ചെയ്യുന്നത്. എന്നിട്ടാണ് ബേബീനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ ടോസ് വരെ ഒരു പെയിനും ഇല്ല, നമ്മൾ അറിയുന്നില്ല, നമ്പാവുകയാണ്. ഇത് ചില ദിവസം ഫസ്റ്റ് ഡേയിലും ചിലപ്പോൾ നമ്പായിരിക്കും, ആഫ്റ്റർ ഡെലിവറി സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലും ഫോർത്ത് ഡേ വരെ നമ്മുടെ കാലിൽ നമ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ കാലിലേക്കുള്ള സർക്കുലേഷൻ വളരെ പുവറാണ്. അപ്പോൾ ഇത് നമ്മളെ ഗ്രാജ്വലി എങ്ങനെയാണെന്ന് എല്ലാ സ്ത്രീകളിലും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാലുകൾക്ക് ബുദ്ധിമുട്ട് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ സിസേറിയൻ ചെയ്യുന്നവർ സുഖമായി പ്രസവിച്ചു എന്നുള്ളതല്ല, കാരണം ആജീവനാന്തം അവർക്ക് ഇഷ്യൂസാണ് വരുന്നത്. അപ്പോൾ സിസേറിയൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല, പക്ഷേ നിവർത്തികേട് കൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, പിന്നെ ഒരു പോസ്റ്റ് സർജറി ഇഷ്യൂസായിട്ട് ചിലർക്ക് തടി അതിഭയങ്കരമായിരിക്കും. കാര്യം സ്റ്റിറോയിഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യലി നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കുട്ടി ഉണ്ടാക്കിയത്, നമുക്ക് സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തടി വരും. ആ തടി തിരിച്ച് നമുക്ക് പഴയ രൂപത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് എത്താൻ പറ്റും, ചിലർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പൊണ്ണത്തടിയുടെ കേസ് പറഞ്ഞപ്പോൾ എൻ്റെ മോന് 2-2.5 വയസ്സുണ്ട്, അപ്പോഴും തടിയുണ്ട്. എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും നമുക്കറിയാവുന്നുള്ളൊരു ആൻറ്റിയാണ് എന്നെ കണ്ടതും ദുബായിലെ ഫുൾ ഭക്ഷണവും കഴിക്കുന്നത് കൃഷ്ണപ്രിയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടിയൊന്നും കൊടുത്തില്ല, കാര്യം അത് ഒന്നും അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഒരു 10-100 പേര് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ചോദ്യം വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് ചിരിച്ചിട്ട് ഞാനങ്ങ് പോയി. കാരണം നമ്മുടെ സ്റ്റേജ് നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞെങ്ങനെ ഉണ്ടാവണം എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. 10-35 വയസ്സുവരെയൊക്കെ ക്ഷീണിച്ചിരുന്നു, ഇനി അത് മതി. ഇത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കങ്ങനെ വലിയ വിഷമം തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്നവർക്ക് എന്താണ് ബുദ്ധി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാണുമ്പോൾ എന്താണ് അവരുടെ പ്രശ്നം എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടല്ല തടിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു അവാർഡ് മേടിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റാണ്, ഇത്തിരി പ്രായമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം എല്ലാ സമൂഹത്തിലും വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പോൾ അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം നമ്മളോട് പറയാം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ സ്പീച്ച് പറയുകയാണ്. വളരെ സന്തോഷമായിട്ടും സുഖകരമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് ഞാൻ എടുത്ത് ചാടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ. ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എന്നോട് പറയും, അത് സന്തോഷം സമാധാനമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഫിസിക്കൽ അപ്പിയറൻസാണ് പറയുന്നത്, കണ്ടപ്പം മനസ്സിലായി എന്നാണ്. അപ്പോൾ അത് അവിടെയും ഒരു സദസ്സിന് മുന്നിലാണ്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കുറച്ച് പേരെ ചിരിച്ചുള്ളൂ, കാര്യം അവർക്കത് മനസ്സിലായി ബോഡി ഷേമിങ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് പൊണ്ണത്തടിയുള്ളവരെ കാണുമ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ കളിയാക്കണം എന്ന് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തോന്നുന്നത്? കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരാൾ തടി വെച്ചിരിക്കുന്നതോ മെലിഞ്ഞിരിക്കുന്നതിനോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ഇനി ആരെങ്കിലും ഷെയിം ചെയ്താലും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇപ്പം ഞാൻ ചിലർ പറഞ്ഞു, ഞാനിങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ഈ തടി വെച്ച് അഭിനയിച്ചാൽ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ സിനിമ ഞാൻ അഭിനയിക്കും, കാണുന്നവർ കാണട്ടെ, കാണാൻ ഇഷ്ടമുള്ളവർ കാണും. പിന്നെ മോഹൻലാൽ തടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്, ഇപ്പം അദ്ദേഹം ഇച്ചിരി തടി കുറച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും സിനിമ കാണാതിരിക്കുന്നുണ്ടോ? ബിന്ദു പണിക്കർ തടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്, അവരുടെ സിനിമ കാണുന്നുണ്ടല്ലോ. അപ്പോൾ തടി ഒരു വിഷയമല്ല ആർക്കും. അഭിനയം നല്ലതാണെങ്കിൽ നിങ്ങൾ അഭിനയം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ആളുകളെ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ തടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെലിവറി പ്രോബ്ലം, പോസ്റ്റ് സർജറി ഇഷ്യൂസ് ആയിരിക്കാം. ഇതൊക്കെ കാരണങ്ങളുണ്ടാകും. അവരെ അതുകൊണ്ട് കഴിവതും കളിയാക്കാതിരുന്നാൽ അവർക്കും നിങ്ങൾക്കും സന്തോഷം. ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.